ഹലോ, വെൽക്കം ടു കാമ അക്കാഡമി. ദിസ് ഈസ് കാവേരി. സോ ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമുക്കറിയാം RRB NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസ് ഡേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസും കാണും. ഓക്കെ, അതിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് മുതൽ നമ്മൾ RRB NTPC QAയുടെ PYQ ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാൻ പോവാണ്. സോ once again വെൽക്കം. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. The price of a product is increased by 15% and then a discount of 8% is applied. Find the net percentage increase in the price. അതായത് ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ആദ്യം 50% ഇൻക്രീസ് ചെയ്തു അല്ലേ, 50% ഇൻക്രീസ് ചെയ്തു, അതിനുശേഷം ഒരു 8% ഡിസ്കൗണ്ട് കൊടുത്തു. ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുറവ് കൊടുത്തു അല്ലേ, 8% കുറവ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പുതിയ പ്രൈസ് എത്രത്തോളം പെർസെൻറ്റേജ് എത്ര ഇൻക്രീസ്ഡ് ആണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇങ്ങനെ 2% വരുന്ന സമയത്ത് നമുക്ക് നെറ്റ് പെർസെൻറ്റേജ് ചേഞ്ച് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ 2% ചേഞ്ചസ്, ഒന്ന് എയും ഒന്ന് ബിയും ആണെങ്കിൽ നമ്മളത് എങ്ങനെ എഴുതുക? നെറ്റ് പെർസെൻറ്റേജ് ചേഞ്ച് എങ്ങനെയാണ്? A+B പ്ലസ് A×B/100 അല്ലേ. ഇവിടെ എ എത്രയാണ്? എ എന്ന് പറയുന്നത് 15% ആണ്. ബി എന്ന് പറയുന്നത് 8%. വെറും 8% അല്ല, ഇവിടെ ഡിസ്കൗണ്ട് ആണ്, 8% കുറവാണ്. സോ നമ്മൾ അതിനെ -8 എന്ന് കൊടുക്കും. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്നത് 15% ആണ്. സോ 15 പ്ലസ് ബി എന്ന് പറയുന്നത് -8 ആണ്. സോ -8 പ്ലസ് A×B 15 ഇൻറ്റു -8/100. ഓക്കെ, 15 - 8 എത്രയാണ്? 7 ആണല്ലേ. അപ്പൊ 7 മൈനസ് 15 ഇൻറ്റു -8 എത്രയാണ്? -120 ആണ്. സോ -120/100 ഈക്വൽ ടു 7 മൈനസ് 1.2 എത്രയാ വരാ? 5.8. സോ നെറ്റ് പെർസെൻറ്റേജ് ചേഞ്ച് എത്രയാണ്? 5.8%. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ് വേരീസ് ഇൻവേഴ്സ്ലി ആസ് y³ -1 ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു 6 വെൻ y ഈസ് ഈക്വൽ ടു 4. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് വെൻ y ഈസ് ഈക്വൽ ടു 8. അതായത് എക്സ് എന്ന് പറയുന്നത് y³ -1 ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. സോ എക്സ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ നമ്മൾ 1 എന്ന് പറഞ്ഞാലേ കൊടുക്കുക, y³ -1. സോ ഇതിനെ നമുക്ക് ഈക്വൽ ടു ആക്കാൻ എന്ത് ചെയ്യും? നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് ഇൻറ്റു ചെയ്യും. സോ എക്സ് ഇസ് ഈക്വൽ ടു k ഇൻറ്റു 1/y³ -1 ഈക്വൽ ടു k/y³ -1 എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ലല്ലോ അല്ലേ. സോ എക്സ് എന്ന് പറയുന്നത് 6 ആണ് വെൻ y is equal to 4. സോ നമുക്ക് ആ രണ്ട് വാല്യൂസും ഈക്വേഷനിൽ കൊടുത്തു നോക്കാം. എക്സ് എന്ന് പറയുന്നത് 6 ആണ്. സോ എക്സിന് പകരം നമ്മൾ 6 കൊടുത്തു, ഈക്വൽ ടു k/y³ -1. y എത്രയാണ്? y 4 ആവുമ്പോഴാണ് എക്സ് 6 ആവുന്നത്. സോ y³ -1 എങ്ങനെ വരും? y³ എന്ന് പറയുന്നത് 4³ 64 - 1 63. ഇതിൽ നമുക്ക് k ഈക്വൽ ടു 63 ഇൻറ്റു 6 എന്ന് വരും. സോ നമുക്ക് കെയുടെ വാല്യൂ കിട്ടി. ഇനി അടുത്ത് നമുക്ക് കാണേണ്ടത് y 8 ആവുമ്പോഴുള്ള എക്സിന്റെ വാല്യൂ ആണ്. ഓക്കെ, സോ എക്സിന്റെ വാല്യൂ കാണണം എപ്പോ? y 8 ആവുമ്പോൾ. ഓക്കെ, നമുക്കറിയാലോ എക്സ് ഇസ് ഈക്വൽ ടു k/y³ -1 ആണ്. സോ k എന്ന് പറയുന്നത് നമുക്ക് 63 ഇൻറ്റു 6 ആണെന്ന് കിട്ടി, ഡിവൈഡഡ് ബൈ y എത്രയാണ്? 8 ആണ്. സോ y³ -1 എത്ര വരും? 8³ 512 ആണ്. 512 - 1 511. ഈ 63യും 511യും നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഇവിടെ 9, ഇവിടെ എത്ര വരും? 73. 9 ഇൻറ്റു 6 എത്രയാണ്? 54 ആണ്, ഡിവൈഡഡ് ബൈ 73. അതായത് y 8 ആവുമ്പോഴുള്ള എക്സിന്റെ വാല്യൂ എത്രയാണ്? 54/73. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്യൂർ ഗീ കോസ്റ്റ് ₹112 per kg. After adulterating it with vegetable oil costing ₹56 per kg, a dishonest seller sells the mixture at the rate of ₹91 per kg, thereby making a profit of 30%. In what ratio does he mix the two? So ഇത് നമുക്ക് മിക്സ്ഡ് ഓൺ അലിഗേഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത്
പ്യുവർ ഗീ, അതിന്റെ 1 കിലോയ്ക്ക് 112 രൂപ വരുന്ന പ്യുവർ ഗീ എന്ത് ചെയ്തു? ഒരു ഡിസോണസ്റ്റ് സെല്ലർ വെജിറ്റബിൾ ഓയിലായിട്ട് മിക്സ് ചെയ്തു. വെജിറ്റബിൾ ഓയിലിന്റെ വില എന്ന് പറയുന്നത് 1 കിലോയ്ക്ക് 56 രൂപയാണ്. സോ എന്നിട്ട് ആ ഒരു മിക്സ്ചറിനെ ഏതോ ഒരു റേഷ്യോയിലാണ് ഈ ഗീയെയും അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിലിനെയും മിക്സ് ചെയ്തിരിക്കുന്നത്. അത് ഏത് റേഷ്യോ നമുക്ക് അറിയില്ല. ആ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. പക്ഷെ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ആ കിട്ടിയ മിക്സ്ചറിനെ അയാൾ 91 രൂപയ്ക്കാണ് സെൽ ചെയ്തത്. 91 രൂപയ്ക്ക് സെൽ ചെയ്തപ്പോൾ അയാൾക്ക് എന്ത് കിട്ടി? ഒരു 30% പ്രോഫിറ്റ് കിട്ടി. ആ സെല്ലറിന് ഒരു 30% പ്രോഫിറ്റ് കിട്ടി. അതായത് ഈ ഒരു മിക്സ്ചർ ഉണ്ടാവുമല്ലോ, ഈ ഗീയും അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിലും മിക്സ് ചെയ്യുമ്പോൾ ഒരു മിക്സ്ചർ ഉണ്ടാവുമല്ലോ. ആ മിക്സ്ചറിന് ഒരു കോസ്റ്റ് പ്രൈസ് ഉണ്ടാവുമല്ലോ. ആ കോസ്റ്റ് പ്രൈസിൽ നിന്ന് 30% കൂട്ടി ആണ് 91 രൂപയ്ക്ക് വിറ്റിരിക്കുന്നത്. അതായത് കോസ്റ്റ് പ്രൈസിന്റെ 130% ആണ് എന്തെന്ന് പറയുന്നത്, ഈ 91 റുപ്പീസ് എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ 30% പ്രോഫിറ്റ് കിട്ടിയത്. സോ നമുക്ക് ഇതിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് എത്രയാന്ന് കിട്ടുമല്ലോ. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? ഈ സീറോയും കട്ട് ചെയ്യാം. CP is equal to 91 into 10/30. എത്ര? CP കോസ്റ്റ് പ്രൈസ് നമുക്ക് 70 കിട്ടി. ഓക്കെ, കോസ്റ്റ് പ്രൈസ് 70 ആണെങ്കിൽ നോക്കിക്കേ, ഇവിടെ 112 കിലോയ്ക്ക് 112 രൂപയുള്ള ഗീയും അതുപോലെ 56 രൂപയുള്ള കിലോയ്ക്ക് 56 രൂപയുള്ള വെജിറ്റബിൾ ഓയിലും കൂടെ മിക്സ് ചെയ്ത് 70 രൂപ കിലോയ്ക്ക് 70 രൂപ കോസ്റ്റ് ഉള്ള ഒരു മിക്സ്ചറാണ് ആക്കിയത്. സോ നമുക്ക് എന്താണ് ഇനി മിക്സ്ചർ അലിഗേഷൻ വഴി ചെയ്യാമല്ലോ. എത്രയാണ്? 42 40 എത്ര നമുക്ക് കട്ട് ചെയ്യുമ്പോൾ 1:3 എന്ന റേഷ്യോയിലാണ് കിട്ടുന്നത്. സോ പ്യുവർ ഗീയും അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിലും ഏത് റേഷ്യോയിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത്? 1:3 റേഷ്യോയിലാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഈ ക്വസ്റ്റ്യനും ഓക്കെ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A machine depreciates at a rate of 10% per annum. If the current value of the machine is 1 lakh, what will be its value after 2 years? അല്ലേ? ഓക്കെ, അപ്പോൾ മെഷീന്റെ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് 1 lakh ആണ്. സോ 1 lakh വാല്യൂ ഉള്ള ഒരു മെഷീൻ, അതിന് ഓരോ വർഷവും അത് 10% വെച്ച് ഡിപ്രീഷിയേറ്റ് ആവുന്നു. 10% വെച്ച് അതിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് അതിന് എത്രയാണ് അതിന്റെ വില, അല്ലെങ്കിൽ എത്രയാണ് അതിന്റെ അപ്പോഴത്തെ 2 വർഷം കഴിഞ്ഞിട്ടുള്ള വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കിത് എങ്ങനെ കാണാം? ഇപ്പൊ കറണ്ട് വാല്യൂ എത്രയാണ്? 1 lakh ആണ് അല്ലേ? സോ ഒരു വർഷം കഴിയുമ്പോൾ എന്താണ്? 10%. അതായത് ഇപ്പോഴുള്ള കറണ്ട് വാല്യൂവിന്റെ 10% എന്ത് ചെയ്യും? വാല്യൂ കുറയും. അതായത് ഇപ്പോഴുള്ള കറണ്ട് വാല്യൂവിന്റെ 90% ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. അടുത്ത വർഷം, രണ്ടാമത്തെ വർഷമോ ഇതാണ് ആ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള വാല്യൂ. അതിന്റെ പിന്നെ ഒരു 10%, ആ ഒരു വാല്യൂവിന്റെ 10% പിന്നെയും കുറയും. സോ അതിന്റെ 90 ആണ് എന്തെന്ന് പറയുന്നത്, രണ്ടാമത്തെ വർഷത്തെ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത്. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ വർഷത്തെ വാല്യൂ കിട്ടത്തില്ലേ? 4 0 നമുക്ക് മുകളിലും താഴെയും കട്ട് ചെയ്യാം. എത്ര വരാം? 9 into 9 81 ആണ്. 81 into 1000, അതായത് എത്ര വരും? 81,000 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, 3 bells ring at intervals of 12, 15 and 18 minutes. If they rang together at 10 AM, when will they ring together again? അതായത് 3 ബെൽസ് ഉണ്ട്. ആ 3 ബെൽസ്, ആദ്യത്തെ ബെല്ല് എത്ര മിനിറ്റ്സ് കൂടുമ്പോഴാണ് റിങ് ചെയ്യുന്നത്? 12 മിനിറ്റ്സ്
കൂടുമ്പോൾ. രണ്ടാമത്തെ ബെല്ല് 15 മിനിറ്റ്സ് കൂടുമ്പോഴാണ് റിങ് ചെയ്യുന്നത്. മൂന്നാമത്തെ ബെല്ല് 18 മിനിറ്റ്സ് കൂടുമ്പോഴാണ് റിങ് ചെയ്യുന്നത്. ഇവർ 3 പേരും എന്ത് ചെയ്തു? 10 മണിക്ക്, രാവിലെ 10 മണിക്ക് ഒരുമിച്ച് റിങ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇനി ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് എപ്പോഴായിരിക്കും റിങ് ചെയ്യാൻ പോകുന്നത്? നമുക്കറിയാം 10 മണി കഴിഞ്ഞ് 10:12 ആകുമ്പോൾ ആദ്യത്തെ ബെല്ല് റിങ് ചെയ്യും, 10:15 ആകുമ്പോൾ രണ്ടാമത്തെ ബെല്ല് റിങ് ചെയ്യും, 10:18 ആകുമ്പോൾ മൂന്നാമത്തെ ബെല്ല് റിങ് ചെയ്യും. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടേണ്ടത് എന്താണ്? 3 ബെല്ലും കൂടെ ഒരുമിച്ച് റിങ് ചെയ്യാൻ പോകുന്ന അടുത്ത സമയം ഏതാണെന്ന്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ആദ്യത്തെ ബെല്ല് 12 മിനിറ്റ് കൂടുമ്പോഴാണ്, രണ്ടാമത്തെ ബെല്ല് 15 മിനിറ്റ് കൂടുമ്പോഴാണ്, മൂന്നാമത്തെ ബെല്ല് 18 മിനിറ്റ് കൂടുമ്പോഴാണ്. ഇവരെ 3 പേരും ഒരുമിച്ച് റിങ് ചെയ്യാൻ പോകുന്നത്. ഈ 3 സമയത്തിനെ LCM എടുക്കുമ്പം അത് എത്രയാണോ ആ സമയത്താണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഇനി ഈ 3 ബെല്ലും ഒരുമിച്ച് റിങ് ചെയ്യാൻ പോകുന്നത്. 12, 15, 18 ഈ 3 പേരുടെയും LCM കാണണം. എത്രയാണ് 12, 15, 18ന്റെ LCM എന്ന് പറയുന്നത്? 180 ആണല്ലേ? സോ 180 മിനിറ്റ് കഴിയുമ്പോഴാണ് ഇനി ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് റിങ് ചെയ്യാൻ പോകുന്നത്. 180 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറാണ്? ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. സോ 180 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര? 3 മണിക്കൂറായിരിക്കും അല്ലേ? സോ 10 മണി കഴിഞ്ഞു പിന്നെ ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ, 10 മണി കഴിഞ്ഞ് പിന്നെ ഒരു 3 മണിക്കൂർ എന്ന് എത്ര മണിയാണ്? 11, 12, 1. 1 മണിക്കായിരിക്കും പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ 3 ബെൽസ് ഒരുമിച്ച് റിങ് ചെയ്യാൻ പോകുന്നത് 10 മണി കഴിഞ്ഞിട്ട്. സോ ഓപ്ഷൻ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1 മണിയാണ്, 1 PM. ഓപ്ഷൻ സി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹5,000 അറ്റ് 5% per annum ഫോർ 2 years. അതായത് 5000 രൂപയ്ക്ക് 5% സിമ്പിൾ ഇൻട്രസ്റ്റിൽ 2 വർഷത്തേക്ക് എത്ര പലിശ കിട്ടും, എത്ര ഇൻട്രസ്റ്റ് കിട്ടും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത് എത്രയാണ്? 5,000 ആണല്ലേ? അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5% ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 2 ആണ്. സോ ഒരു വർഷം 5% വെച്ച് സിമ്പിൾ ഇൻട്രസ്റ്റിൽ 2 വർഷത്തേക്ക് എത്ര പെർസെൻറ്റേജ് ആകും? 10% ആവും. എങ്ങനെ വന്നു? 5% വെച്ചിട്ട് 2 വർഷത്തേക്ക് 10%. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമുക്ക് 2 വർഷത്തെ പലിശയല്ലേ കാണേണ്ടത്? 2 വർഷത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ്. സോ 5000ന്റെ 10% കണ്ടാൽ മതി. എത്രയാണ് 5000ന്റെ 10%? 500. സോ 2 വർഷം കഴിഞ്ഞ് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 500 ആയിരിക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ദ LCM ഓഫ് 40, 78 ആൻഡ് അനദർ നമ്പർ x is 7800. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ദ വാല്യൂ ഓഫ് x? ഓക്കെ. അപ്പം 40, 78, അതുപോലെ തന്നെ വേറൊരു നമ്പർ x, ഈ 3 പേരുടെയും LCM എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? 7800 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ദ വാല്യൂ ഓഫ് x എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം LCM എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നാണ് അല്ലേ? ആ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഇവിടെ 7800 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് ഈ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? ഈ 7800 ഈ 3 നമ്പറിന്റെയും മൾട്ടിപ്പിൾ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇത് ഓപ്ഷനിൽ തന്നെ പിക്ക് ചെയ്യാം. 7800 തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആരുടെ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ എന്താണ്? ഉറപ്പായിട്ടും അയാളായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ 7800 നമുക്ക് ഏതിന്റെയൊക്കെ മൾട്ടിപ്പിൾ ആണ് എന്ന് നോക്കാം. 180ന്റെ മൾട്ടിപ്പിൾ ആണോ? 18 നമുക്ക് 2 × 9 എന്ന് എഴുതാം. 9 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 8 × 9 72, ബാക്കി 60 വരും. സോ 60ൽ പോയില്ല അല്ലേ? സോ എന്താണ്? 180 എന്ന് പറയുന്നതല്ല മൂന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത്. ഇനി 200 ആണോ? കറക്റ്റ് ആയിട്ട് പോകും അല്ലേ? അപ്പൊ 200 ഇതിന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. ഇനി വേറെ ഈ 2 പേരും എന്താണ്? മൾട്ടിപ്പിൾ അല്ല എങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് 200 ആണ് ആൻസർ എന്ന് പറയാൻ പറ്റും. ഒബ്വിയസ്ലി 127ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കില്ല 7800 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
152 ആകാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. സോ എന്താണ് 152 വരില്ല. സോ ഉറപ്പായിട്ടും നമുക്ക് എന്താ 200 എന്ന് പറയാം. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അതും ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എ ഷോപ്പ് കീപ്പർ ഫിക്സസ് the marked price of an item 50% above its cost price. What percentage of discount on the marked price should be allowed to gain 8%? അതായത് ഒരു ഷോപ്പ് കീപ്പർ എന്ത് ചെയ്യുന്നു, അയാളുടെ മാർക്ക്ഡ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ചെല്ലുമ്പോൾ ആ പ്രോഡക്റ്റിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന നമ്പറാണ്, അല്ലെങ്കിൽ അതിന്റെ ആ വിലയാണ് മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആ വിലയ്ക്കാണോ എപ്പോഴും വാങ്ങുന്നത്? അല്ല. നമുക്ക് എന്ത് ചെയ്യും, കടക്കാരൻ ഒരു ഡിസ്കൗണ്ട് തരും. ഡിസ്കൗണ്ട് തന്നിട്ട് ഒരു എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിനെ നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയും. ഇനി കോസ്റ്റ് പ്രൈസ് എന്താണ്, കടക്കാരന് ആ പ്രോഡക്റ്റിന് എത്ര രൂപ ചെലവായി, അതാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്തു, ഒരു ഷോപ്പ് കീപ്പർ അയാൾക്കായ കോസ്റ്റ് പ്രൈസിനേക്കാളും ഒരു 50% എബോവ് കൊടുത്തിട്ടാണ് മാർക്ക്ഡ് പ്രൈസ് ഫിക്സ് ചെയ്തത്. അതായത് ഇപ്പൊ നമ്മുടെ ഇവിടെ എല്ലാം പെർസെന്റേജ് കണക്കാണല്ലോ. സോ നമുക്ക് ഇവിടെ എത്ര രൂപയാണെന്ന് അറിയില്ല. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, കോസ്റ്റ് പ്രൈസ് ഒരു 100 രൂപയാണെന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാർക്ക്ഡ് പ്രൈസ് എത്രയായിരിക്കും, ഒരു 50% കൂടുതൽ കൊടുത്തിട്ടാണല്ലോ മാർക്ക്ഡ് പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, 100ന്റെ 50% കൂടെ കൂട്ടി, അതായത് 100ന്റെ 50% 50 ആണ്. സോ ഒരു 50 കൂടെ കൂട്ടി 150 ആണ് മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്തു, ആ കടക്കാരന് 8% എന്തു മതി, പ്രോഫിറ്റ് മതി. 8% പ്രോഫിറ്റ് മതി. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെന്റേജ് ഡിസ്കൗണ്ട് കൊടുക്കാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 8% പ്രോഫിറ്റ് മതി എന്ന് പറയുമ്പോൾ എത്ര രൂപയ്ക്കാണ് വിൽക്കേണ്ടത്, കോസ്റ്റ് പ്രൈസ് 100 രൂപയാണ്. സോ 8% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 108 രൂപയ്ക്ക് എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. ഇപ്പൊ മാർക്ക്ഡ് പ്രൈസ് എത്രയാ കിടക്കുന്നത്, 150 രൂപ. സോ എന്ത് ചെയ്താൽ മതി, 150 രൂപയിൽ നിന്ന് എത്ര ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴാണ് 108 ആകുന്നത് എന്ന് നോക്കിയാൽ പോരെ, എത്ര പെർസെന്റേജ് ആണെന്ന്. 150 നിന്ന് എത്ര കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 108 വരുന്നത്, 42 അല്ലേ. സോ ഡിസ്കൗണ്ട് പെർസെന്റേജ് നമ്മൾ എങ്ങനെയാ കാണുക, ഡിസ്കൗണ്ട് പെർസെന്റേജ് ഈസ് ഈക്വൽ ടു ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു 100 അല്ലേ. അപ്പൊ എത്ര വരും, ഡിസ്കൗണ്ട് 42 രൂപയാണ് ഡിസ്കൗണ്ട് കൊടുത്തത്, ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് എത്രയാണ്, 150 ഇൻറ്റു 100. നമുക്ക് ഇതും വെട്ടാം. 15ഉം 10ഉം കൂടെ 5 വെച്ച് വെട്ടുമ്പോൾ 2, 3, 3ഉം 42ഉം കൂടെ വെട്ടുമ്പോൾ 14. 14 ഇൻറ്റു 2 28. സോ എത്ര പെർസെന്റേജ് ആണ് ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത്, 28% ആണ് ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ 8 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഈ 8 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഇന്റീരിയർ ആംഗിൾ ആൻഡ് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 140. ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്ലൈഡ്സ് ഓഫ് പോളിഗൺ. അതായത് ഒരു പോളിഗൺ ഉണ്ട്, അതിന്റെ ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും എന്താണ് ഡിഫറൻസ് എന്ന് പറയുന്നത് 140 ആണ്. അങ്ങനെയാണെങ്കിൽ ആ പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ട്, സോറി ഇവിടെ സ്ലൈഡ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, സൈഡ്സ് ആണ് കേട്ടോ, എത്ര സൈഡ്സ് ഉണ്ട് ആ പോളിഗൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക ആൻഡ് ആൻസർ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.